ഹലോ, ഇന്ന് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് എന്നുള്ള ഈ ചാപ്റ്ററിന് 2 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ? ചെക്ക് വെദർ ദ ഇക്വേഷൻ ആർ ഐഡൻറ്റിറ്റീസ്. റൈറ്റ് ദി പാറ്റേൺ ഗോട്ട് ഫ്രം ഈച്ച് ഓൺ ടേക്കിംഗ് എക്സ് ഈക്വൽ ടു 1 2 3 4 5 ആൻഡ് എക്സ് ഈക്വൽ ടു -1 -2 -3 -4 -5. അതെന്താണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്? ഈ താഴെ തന്ന ഇക്വേഷൻസ് ഉണ്ടല്ലോ, അതായത് ഐഡൻറ്റിറ്റി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ, ഐഡൻറ്റിറ്റി ആണോ അതായത് സർവ്വസമവാക്യങ്ങളാണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല എക്സിന് ഈ വാല്യൂസും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അത് ശരിയാവുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ, ഈ ഇക്വേഷൻ ശരിയാവുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ. അപ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഐഡൻറ്റിറ്റി ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, എക്സിന് ഏതൊരു വാല്യൂ ഇട്ട് കൊടുത്താലും, അതായത് നെഗറ്റീവാണോ പോസിറ്റീവാണോ 0 ആണോ ഏതൊരു വാല്യൂ ഇട്ട് കൊടുത്താലും അതിൻ്റെ ഈ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഈക്വൽ ആയിക്കാരം. ഏതൊരു വാല്യൂ ഇട്ട് കൊടുത്താലും ഈ ഇക്വേഷന് ശരിയായിരിക്കും. അതാണ് നമ്മൾ ഒരു സർവ്വസമവാക്യം എന്ന് പറഞ്ഞാൽ, അല്ലേ? നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്? -x + 1 = 1 ആണ്. നമുക്ക് എക്സിന് ഈ പറഞ്ഞ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ വാല്യൂസൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് എക്സിന് 1 ഇട്ട് കൊടുക്കാം. x = 1 എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ഉള്ളിടത്തൊക്കെ നമ്മൾ 1 കൊടുക്കുക. അപ്പോൾ -1 + 1 + 1. അപ്പോൾ ഇതെന്താണ്? -1 + 1 + 1 2 ആണ്. -1 + 2 എന്താണ്? വലുതെന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കും. അപ്പോൾ 1 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ഭാഗവും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ കിട്ടില്ലേ, 1 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ അതാണ് 1 എന്ന് കിട്ടുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യാനുള്ളത്, അല്ലേ? അപ്പോൾ ഇത് ട്രൂ ആണ്, അല്ലേ? ഇനി നമുക്ക് എക്സിന് 2 എന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ എക്സിന് 2 ഇട്ട് കൊടുക്കുമ്പോൾ എന്താവും? -2 + 2 + 1 -2 + 2 + 1 എന്താണ്? 3 അല്ലേ? -2 + 3 എന്താണ്? 1 അല്ലേ? അപ്പോൾ 1 എന്ന് കിട്ടും, അല്ലേ? അതായത് 2 വ്യത്യസ്ത സൈനാണ്. അപ്പോൾ നമ്മൾ വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈന്, അപ്പോൾ 1 എന്ന് കിട്ടി. അപ്പോൾ ഇത് നമുക്ക് 1 എന്ന് കിട്ടി. ഈ റൈറ്റ് സൈഡിലുള്ളത് നമുക്ക് 1 എന്ന് കിട്ടി. അപ്പോൾ എന്താണ്? ഇതും ശരിയാവണ്ടല്ലേ? ഇനിയിപ്പോൾ നമുക്ക് 3 ഇട്ട് കൊടുത്താലും 4 ഇട്ടാലും 5x 1 3 4 5 ഒക്കെ ആണെങ്കിലും നമുക്ക് എന്തായിരിക്കും? 1 എന്ന് കിട്ടും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, അങ്ങനെ തന്നെ കിട്ടണല്ലേ എന്ന്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു നെഗറ്റീവ് നമ്പർ ഇട്ട് കൊടുക്കാം. x = -1 ആണെങ്കിൽ എന്തായിരിക്കും? -1 + -1 + 1. അത് നമുക്ക് 1 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. 1 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം, അല്ലേ? ഇവിടെ -(-) വന്നത് എങ്ങനെയാണ്? ഒരു മൈനസ് ഇവിടെ ആദ്യം തന്നെ ഉണ്ട്. പിന്നെ ഈ ഒരു എക്സ് നമ്മൾ -1 ആണ് ഇട്ടത്. ആ ഒരു -1 -(-) എന്ന് പറയുന്നത് +1 ആണല്ലേ? ഇനി -1 + 1 എന്താണ്? 0 അല്ലേ? 1 + 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇതും 1 ആണ്. അപ്പോൾ ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ അതന്നെയല്ലേ? 1 = 1 എന്നാണ് പറഞ്ഞത്. അത് നമുക്ക് 1 എന്ന് കിട്ടി. അപ്പോൾ അതും ട്രൂ ആണ്. ഇനി നമുക്ക് വേറൊരു നെഗറ്റീവ് നമ്പർ ഇട്ട് കൊടുക്കാം. -5 ഇട്ട് കൊടുത്ത് നോക്കാം. എക്സിന് -5 ആകുമ്പോൾ -(-) + -5 + 1 -(-) എന്ന് പറയുമ്പോൾ +5 ആവും. +-5 + 1 എന്താണ്? വലുതിന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ -4. ഇനി നോക്കൂ, പ്ലസും മൈനസും അടുത്ത് വന്നാൽ നമ്മൾ മൈനസ് ചെയ്യുക. അപ്പോൾ 4 അപ്പോൾ നമുക്ക് 5 - 4 എന്നാവൂലേ? അപ്പോൾ എന്താണ്? 1 അല്ലേ? അപ്പോൾ -5 കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇക്വേഷൻ 1 കിട്ടി. അപ്പോൾ അതിനർത്ഥം ഇതിന് നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും ഒക്കെ ഇട്ട് കൊടുക്കുമ്പോഴും നമുക്ക് ഈ ഇക്വേഷൻ എക്സിന് ഏത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഇവിടെ 1 എന്ന് കിട്ടുന്നുണ്ടല്ലേ? അപ്പോൾ ഇതൊരു ഐഡൻറ്റിറ്റിയാണ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. രണ്ടാമത്തെ നോക്കി നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ അതുപോലെ തന്നെ എക്സിന് ഇങ്ങനെ വാല്യൂ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഫസ്റ്റ് നമുക്ക് പോസിറ്റീവ് നമ്പർ ഇട്ട് കൊടുക്കാം. എക്സിന് 1 കൊടുത്താൽ എന്തായിരിക്കും നോക്കുക. അപ്പോൾ എക്സിന് 1 കൊടുക്കുക, +1 + 1 + 1 + 2 -1 + 3. അതായത് ഇവിടെ എക്സ് ഉള്ളിടത്തൊക്കെ ജസ്റ്റ് 1 കൊടുക്കുക. അപ്പോൾ നമുക്ക് 0 കിട്ടുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. എന്താണ് കിട്ടുക നമുക്ക് നോക്കാം. -1 + 1 + 1 2 ആണ്. +1 + 2 3 ആണ്. -1 + 3 4 ആണ്. ഇത് ചെയ്ത് നോക്കുമ്പോൾ -1 + 2 എന്താണ്? -1 + 2 വലുതെന്ന് ചെറുത് കുറക്കുക, വലുതിൻ്റെ സൈന്. അപ്പോൾ 1 അല്ലേ? +3 -4 അപ്പോൾ -1 അല്ലേ? -1. അപ്പോൾ നമുക്ക് 1 + -1 എന്താണ്? 1 - 1 ആണ്. = 0 ആണ്. അപ്പോൾ നമുക്കിത് കിട്ടി. ഇവിടെ നമുക്ക് 0 കിട്ടുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ട്രൂ ആണല്ലേ? ഇനി നമുക്ക് എക്സിന് ഒരു 3 കൊടുത്ത് നോക്കാം. അപ്പോൾ എന്തായിരിക്കും? -3 +
3 + 1 + 3 + 2 - 3 + 3 എന്താ കിട്ടുക നോക്കാം. -3 + 3 + 1 4 ആണ്, +3 + 2 5 ആണ്, -3 + 3 എന്ന് പറയുന്നത് 6 ആണ്. -3 + 4 എന്താണ്? വലുതും ചെറുത് കുറച്ച് വലുതിൻ്റെ സൈന് -1 അല്ലേ. 1 + 5 - 6 എന്ന് പറയുമ്പോൾ എന്താണ്? -1 അല്ലേ. പ്ലസ് ഈ പ്ലസ് ഉണ്ടാവും, പിന്നെ 5 - 6 എന്ന് പറഞ്ഞാൽ -1 ആണ് അല്ലേ. അപ്പോൾ 1 + -1 എന്ന് പറയുന്നത് 1 - 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അത് 0 ആണ്, അതും ട്രൂ ആണ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു നെഗറ്റീവ് വാല്യൂ ഇട്ട് കൊടുക്കാം. എക്സിന് -1 എന്ന് കൊടുത്തു നോക്കിയാൽ എന്തായിരിക്കും നോക്കാം. എക്സിന് -1 എന്ന് കൊടുക്കുമ്പോൾ -1 + -1 - 1 സോറി -1 + 1 + -1 + 2 -1 + 3. അതായത് ഇവിടെ എക്സ് ഉള്ളിടത്തൊക്കെ ജസ്റ്റ് -1 എന്നിങ്ങനെ ഇട്ട് കൊടുക്കുക. -1 എന്ന് പറയുന്നത് +1 ആണ്. -1 + 1 എന്താണ്? 0 അല്ലേ. അത് 0 ആണ്. +-1 + 2 എന്താണ്? 1 ആണ് അല്ലേ. -1 + 3 എന്താണ്? അപ്പോൾ ഇത് 3 - 2 അല്ലേ. സോറി 3 - 1 3 - 1 ആണ്. അപ്പോൾ നമുക്ക് എന്താണ്? 2 ആണ്. അപ്പോൾ ഇനി ഇതെന്താ കിട്ടുക നോക്കാം. 1 + 0 1 ആണ്. +1 - 2 എന്ന് പറയുന്നത് എന്താണ്? -1 ആണ് അല്ലേ. 1 + -1 എന്ന് പറയുന്നത് 1 - 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ നമുക്കൊരു നെഗറ്റീവ് സംഖ്യ ഇട്ട് കൊടുക്കുമ്പോഴും നമുക്ക് എന്ത് കിട്ടി? 0 ആണ് കിട്ടി. ഈ ഇക്വേഷൻ ശരിയാണെന്ന് കിട്ടുന്നുണ്ടല്ലേ. അപ്പോൾ എന്താണ് ഇതിൽ ഏത് നിങ്ങൾ -2 -3 ഒക്കെ ഇട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഏതെടുത്താലും നമുക്ക് 0 എന്ന് കിട്ടും. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഇതും ഒരു ഐഡൻറ്റിറ്റിയാണ്, ഇതൊരു സർവ്വസമവാക്യമാണ്. എക്സിന് ഏത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴും നമുക്ക് എന്താണ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആയിട്ട് വരുന്നുണ്ടല്ലേ. ഈ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ. ഇപ്പോൾ നമ്മൾ എക്സിന് ജസ്റ്റ് ഇങ്ങനെ വാല്യൂസ് ഇട്ട് കൊടുത്ത് അതൊക്കെ റെഡി ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനുള്ളത് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഇനി നമുക്ക് അടുത്തൊരു ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ടേക്കിംഗ് ഡിഫറെൻറ്റ് നമ്പേഴ്സ് പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് 0 ആസ് XYZ ആൻഡ് കമ്പ്യൂട്ട് X പ്ലസ് equation and X plus Y plus Z. Check whether the equation X plus Y plus Z is equal to X plus Y plus Z hold for all these numbers. നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ നമ്മൾ എക്സിനും വൈക്കും സെഡിനും നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും 0 ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇത് ചെക്ക് ചെയ്യുക. X plus Y plus Z ഉം X plus Y plus Z ഉം കാണാം. എന്നിട്ട് അത് രണ്ടും ഈക്വൽ ആണോ എന്ന് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ആ വാല്യൂസൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എക്സിന് 0ഉം വൈക്ക് 1ഉം സെഡിന് 2ഉം കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്തൊക്കെ കാണാം? X plus Y plus Z ഉം X plus Y plus Z ഉം കാണാം. എന്നിട്ട് അത് രണ്ടും ഈക്വൽ ആണോ നോക്കാം. അപ്പോൾ നമ്മൾ എക്സിന് 0 ആണല്ലേ കൊടുക്കേണ്ടത്. എക്സിന് 0 കൊടുത്തു, വൈക്ക് 1ഉം കൊടുത്തു, സെഡിന് 2ഉം കൊടുത്തു. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? 0 + 1 + 2 എന്താണ്? 3 അല്ലേ. 3 ആണല്ലേ. ഇനി നമുക്ക് ഇതെന്താണ് കിട്ടുന്നത് നോക്കാം. എക്സിന് നമ്മൾ 0 കൊടുക്കുക, വൈക്ക് നമ്മൾ 1 കൊടുക്കുക, പ്ലസ് സെഡ് 2 ആണ്. അപ്പോൾ ഇതെന്താണ്? 0 + 1 1 ആണ്, 2. അപ്പോൾ 1 + 2 എന്താണ്? 3 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ രണ്ട് ഇക്വേഷനും സെയിം അല്ലേ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും ഈ ഒരു കേസിൽ സെയിം ആണെന്ന് കിട്ടില്ലേ. ഇനി നമുക്ക് വേറെ നമ്പേഴ്സ് ഇട്ട് കൊടുക്കാം. നമുക്ക് എക്സിന് -1ഉം വൈക്ക് -2ഉം സെഡിന് ഒരു 2ഉം കൊടുക്കാം. സെഡിന് 2ഉം കൊടുത്തിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ X plus Y plus Z ആൻഡ് X plus Y plus Z ഇത് രണ്ടും ഈക്വൽ ആണോ എന്നാണ് ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ് കൊടുക്കേണ്ടത്? നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് -1 ആണ്, -1 plus Y -2 ആണ്, Z +2 ആണ്. അപ്പോൾ ഇതെന്താണ്? -1 plus -2 + 2 എന്താണ്? 0 അല്ലേ.
അപ്പോൾ ഇതെന്താണ് -1 കിട്ടി. ഇനി നമുക്ക് ഈ ഒരു ഭാഗം നോക്കാം. ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ എന്താണ് x -1 ആണ് പ്ലസ് y -2 ആണ് പ്ലസ് z 2 ആണ്. -1 ഈ പ്ലസും മൈനസും കൂടെ ആകുമ്പോൾ എന്താവും -1 -2 എന്നാവില്ലേ, മൈനസ് ആവും. +1 -1 അടുത്ത് വന്നാൽ മൈനസ് ആവുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. +2 -1 -2 എന്താണ് ആഡ് ചെയ്തിട്ട് മൈനസ് സംഖ്യ മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ -3 + 2 -3 + 2 എന്താണ് -1 അല്ലേ. വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈന് -1. അപ്പോൾ ഇതും -1 കിട്ടി, ഇവിടെ -1 കിട്ടി. അപ്പോൾ എന്താണ് ഇത് രണ്ടും ഈക്വൽ അല്ലേ. അപ്പോൾ നമുക്ക് എക്സിന് ഈ വാല്യൂസ് ഇട്ട് കൊടുത്താലും എന്താണ് ഇത് ഈക്വലാന്ന് കിട്ടിയല്ലേ. അതുപോലെ തന്നെ ഇനി നമ്മൾ എക്സിന് ഏതൊരു വാല്യൂ ഇട്ട് കൊടുത്ത് ചെയ്താലും നമുക്ക് എന്തായിരിക്കും. ഇപ്പോൾ നമുക്ക് ഒന്നും കൂടി നമുക്ക് ചെയ്ത് നോക്കാം. എക്സിന് ഒരു 2ഉം വൈക്ക് നമ്മളൊരു 3ഉം സെഡ് നമ്മളൊരു -3ഉം ആണ് ചെയ്ത് കൊടുത്തതുണ്ടെങ്കിൽ എന്തായിരിക്കും നോക്കാം. ഫസ്റ്റ് നമുക്ക് x + y + z ആൻഡ് x + y + z ഇത് ഈക്വൽ ആണോ നോക്കല്ലേ. x 2 ആണ്, y നമ്മൾ 3 കൊടുക്കുക, z നമ്മൾ -3 എന്നും കൊടുക്കുക. അപ്പോൾ ഇതെന്താണ് 2 പ്ലസ് മൈനസ് വന്നാൽ എന്താണ് മൈനസ് ആണ്. അപ്പോൾ 3 - 3 എന്ന് പറയുന്നത് എന്താണ് 0 ആണ് അല്ലേ. അപ്പോൾ 2 + 0 എന്ന് പറയുന്നത് 2 ആണ്. ഇനി ഈ ഒരു സൈഡ് നമുക്ക് നോക്കാം, ലെഫ്റ്റ് സൈഡ് നോക്കാം എന്തായിരിക്കും. എക്സിന് 2 + വൈക്ക് 3 + സെഡിന് -3. അപ്പോൾ ഇതെന്തായിരിക്കും 2 + 3 5 ആണ്. പ്ലസും മൈനസും അടുത്ത് വന്നാൽ മൈനസ് ആണ്. അപ്പോൾ -3 5 - 3 എന്താണ് 2 ആണ്. അപ്പോൾ ഈ സൈഡ് നമുക്ക് 2 എന്ന് കിട്ടി, ഇതും 2 എന്ന് കിട്ടി. അപ്പോൾ ഇതും ഈക്വൽ ആണല്ലേ. അപ്പോൾ നമ്മൾ കൊടുത്ത എല്ലാതും ഈക്വൽ ആണ്. ഇനി അതുപോലെ നമ്മൾ ഏത് വാല്യൂ നെഗറ്റീവ് പോസിറ്റീവ് 0 എക്സിന് ഏത് വാല്യൂ കൊടുത്താലും എന്തായിരിക്കും ഈ ഇക്വേഷൻ ഹോൾഡ് ചെയ്യും. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സംഖ്യ ഇട്ട് കൊടുത്ത് നിങ്ങളും ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പോൾ ഓക്കെ.